ആർക്കൊക്കെ സോളാർ പ്ലാന്റ് വെക്കണം, ആരൊക്കെയാണ് സോളാർ പ്ലാന്റ് വെക്കേണ്ടാത്തവർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോളാർ പ്ലാന്റ് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇപ്പോൾ സോളാർ പാനൽ വെക്കാൻ ഒരു 2-2.5 ലക്ഷം രൂപ വേണം. അത് കയ്യിലില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ സോളാർ പാനൽ വെക്കാം. ചൂടുള്ള സമയത്ത് കുഴപ്പമില്ല, അതല്ലാണ്ട് മഴയുള്ള സമയം, അതുപോലെ തന്നെ വെളിച്ചക്കുറവുള്ള സമയം, ഈ സമയത്തൊക്കെ സോളാറിന്റെ പ്രൊഡക്ഷൻസ് എങ്ങനെയായിരിക്കും? ഇത് പൊതുവെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഏതുതരം റൂഫിലാണ് സോളാർ പാനൽ വെക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? ഇപ്പോൾ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാറണ്ടിയൊക്കെ എങ്ങനെയാണ് നമുക്ക്? ഇന്ന് കേരളത്തിൽ നല്ലൊരു ശതമാനം വീടുകളിലും സോളാർ പാനൽസ് വെക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ മുതൽ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ കുറച്ചു പേരെങ്കിലും പറയുന്നത് ഈ സോളാർ പാനൽ വെച്ചത് നമുക്ക് അബദ്ധമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? എൻ്റെ കൂടെ ഉള്ളത് അവാൻസ ഫ്യൂച്ചറിൻ്റെ ഫൗണ്ടറാണ് വിപിൻ കുമാർ. ഞാൻ താങ്കളുടെ ബയോ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കഴിഞ്ഞ 5 വർഷമായിട്ട് 1000-ലധികം ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ്. തീർച്ചയായും. എന്താണ് അവാൻസ ഫ്യൂച്ചർ? അവാൻസ ഫ്യൂച്ചർ എനർജി 2011 ഇൻകോർപ്പറേറ്റ് ആയത്. ഞങ്ങളുടെ മെയിൻ കോൺസെപ്റ്റ് തന്നെ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഏകദേശം 1200ഓളം കസ്റ്റമേഴ്സ് നമ്മുടെ ലിസ്റ്റിലുണ്ട്. 4 വർഷത്തോളം ഞങ്ങൾ കേരളത്തിലൊരു 4 ജില്ലകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. ഞങ്ങളുടെ മെയിൻ ഫോക്കസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സർവീസ് കൊടുക്കുക എന്നുള്ള ഒരു തന്നെ. കഴിഞ്ഞ ഒരു 6 മാസമായി ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ ആൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഞങ്ങൾ സർവീസ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ് ആൾമോസ്റ്റ് 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു 1% സോളാർ പാനൽ വെക്കുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല, അവർ വെച്ചിട്ട് പെട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: നിർബന്ധമായിട്ട് വെക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? അതുപോലെ ഇത് വെക്കേണ്ടതില്ലാത്ത ആൾക്കാർ ആരാണ്? ഇതിൽ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒന്ന്, ആർക്കൊക്കെ സോളാർ പ്ലാന്റ് വെക്കണം, ആരൊക്കെയാണ് സോളാർ പ്ലാന്റ് വെക്കേണ്ടാത്തവർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോളാർ പ്ലാന്റ് എല്ലാവർക്കും അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഒരു ഫ്യൂച്ചർ കമ്മിറ്റ്മെൻ്റ് ആണ്, നമ്മുടെ പ്രകൃതിയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ റിട്ടേൺസും കൊമേഴ്സ്യൽ ആസ്പെക്റ്റും നോക്കുമ്പോൾ ഒരു മാസം 200 യൂണിറ്റ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ, 2000-ന് മുകളിൽ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സോളാർ വയ്ക്കണം. 2000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ബില്ല് വരുന്ന എല്ലാവരും സോളാർ വയ്ക്കണം അല്ലേ? അതാണ് അവർക്ക് ലാഭം. അവരുടെ ലാഭം. 150 യൂണിറ്റിൽ കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാർ സോളാർ വെച്ചാൽ അത് ലാഭകരമാകില്ല. അത് റിട്ടേൺസ് കിട്ടാൻ വേണ്ടി അധിക സമയം എടുക്കും. ഒരു 2000-3000 രൂപ കറണ്ട് ബില്ല് വരുന്ന ആൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു 4 മുതൽ 5 കൊല്ലം കൊണ്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ ഒരു 150 യൂണിറ്റ് 100 യൂണിറ്റ് കറണ്ട് ബിൽ 100 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന കസ്റ്റമേഴ്സ് സോളാർ വെച്ചാൽ അവർക്ക് റിട്ടേൺസ് കിട്ടാൻ വേണ്ടി 7-8 വർഷം എടുക്കും. അവർ സോളാർ വെച്ചാൽ ലാഭകരമല്ല. വീടുകളിൽ 100 യൂണിറ്റ് 150 യൂണിറ്റ് സാധാരണക്കാർക്ക് യൂണിറ്റ് കണക്ക് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ 100 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ബില്ലിൽ എത്ര രൂപ കറണ്ട് ബില്ല് വരുന്നതാണ് 100 യൂണിറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കിപ്പോൾ കറണ്ട് ബില്ല് വരുന്നത് 2 മാസത്തിലൊരിക്കലാണ് കറണ്ട് ബില്ല് വരുന്നത്. കറണ്ട് ബില്ല് ഒരു 100 യൂണിറ്റ് വെച്ച് ഒരു മാസം കൺസ്യൂം ചെയ്യും 200 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് കറണ്ട് ബില്ല് വരുന്നത് അറൗണ്ട് 1000 രൂപ 1500 രൂപ റേഞ്ചിലായിരിക്കും കറണ്ട് ബില്ല് വരുന്നത്. ആ ആൾക്കാർ സോളാർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് കിട്ടാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും. ഒരാൾ 2.5 ലക്ഷം രൂപ മുടക്കിയിട്ട് സോളാർ പാനൽ വെക്കുകയാണ്, എത്ര വർഷം കൊണ്ട് അവർക്കത് മുതലാക്കി എടുക്കാൻ പറ്റും? ഒരു 2.5 ലക്ഷം രൂപ മുതൽ മുടക്കിലുള്ള ഒരു സോളാർ വെക്കുന്ന ആൾ ഒരു 3 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അയാളുടെ കറണ്ട് ബില്ല് വരുന്ന ഒരു 3000 രൂപയ്ക്കും 4000 രൂപയ്ക്കും ഇടയിലുള്ള സംഖ്യയായിരിക്കും 2 മാസത്തിലൊരു കറണ്ട് ബില്ല് വരുന്നത്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ PM സൂര്യഘർ പദ്ധതിയിൽ 78,000 രൂപ റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിന് സബ്സിഡിയായി ലഭിക്കുന്നുണ്ട്. ഈ സബ്സിഡി സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കസ്റ്റമറുടെ അക്കൗണ്ടിൽ ഡയറക്റ്റായി ക്രെഡിറ്റ് ആവുന്നതാണ്. 3 കിലോവാട്ട് പ്ലാന്റ് 2,25,000 രൂപയാണ്. 78,000 സബ്സിഡി കഴിഞ്ഞ് ഏകദേശം 1,50,000 രൂപയാണ് കസ്റ്റമറിന് മുതൽ മുടക്ക് വരുന്നത്. ഒരു 3 കിലോവാട്ട് സോളാർ പ്ലാന്റ് വയ്ക്കുന്ന ആൾക്ക് ഒരു 4 മുതൽ 5 വർഷം കൊണ്ട് ഈ പൈസ തിരിച്ചു കിട്ടുന്നതാണ്. ഇപ്പോൾ സോളാർ പാനൽ വെക്കാൻ ഒരു 2.5 ലക്ഷം രൂപ വേണം. അത് കയ്യിലില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ സോളാർ പാനൽ വെക്കാം? അതിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകൾ 2 ലക്ഷം രൂപ വരെ ലോൺ യാതൊരു കൊളാറ്ററലും ഇല്ലാതെ 5.75% ഇൻട്രസ്റ്റ് റേറ്റിൽ 10 വർഷത്തെ ടേൺ ഓവറോടുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ സോളാർ പാനൽ വെക്കാൻ മിനിമം ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്നുണ്ടോ? തീർച്ചയായും ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്നില്ല, ഇത്രയും സ്ക്വയർ ഫീറ്റ് ഷാഡോ ഫ്രീ ഏരിയ വേണമെന്നാണ്. 1 കിലോവാട്ട് സോളാറിന്
80 മുതൽ 120 സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ഒരു 3 കിലോ വാട്ട് വയ്ക്കാൻ എറൗണ്ട് 300 സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് ആവശ്യമാണ്. 5 കിലോ വാട്ട് ആകുമ്പോൾ അത് അറൗണ്ട് 500 സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമാണ്. നമുക്ക് മോർണിംഗ് അറൗണ്ട് ഒരു 9 മണി മുതൽ ഈവനിങ് ഒരു 4 മണി വരെ യാതൊരു ഷെയ്ഡും വരാത്ത രീതിയിൽ ഉള്ള സ്ഥലമാണെന്നാൽ അവിടെ മാക്സിമം ജനറേഷൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് സോളാർ സിസ്റ്റം? ഇതൊരു പൊതുവെ ഒരു സോളാർ വയ്ക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. ഏത് ടൈപ്പ് സോളാർ സിസ്റ്റം ചെയ്യണം, ഓൺ ഗ്രിഡ് വേണമോ ഹൈബ്രിഡ് വേണമോ? ഓക്കെ, അപ്പോൾ അതിൽ വ്യക്തമായി പറയാം ഓൺ ഗ്രിഡ് എന്താണ്, ഹൈബ്രിഡ് എന്താണ് വ്യക്തമായി പറയാം. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ഓൺ ടു ഗ്രിഡ് എന്ന് വെച്ചാൽ നമ്മുടെ KCB ലൈനാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റം പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു. ആ ഉപയോഗത്തിന് ശേഷവും ബാക്കിയുണ്ടെങ്കിൽ KCB ലൈനിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഈ കൊടുത്ത എനർജിയെ നമുക്ക് രാത്രി സമയത്ത് നമ്മൾ തിരിച്ചു മേടിക്കുന്നു. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നെറ്റ് മീറ്ററിംഗ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, അതിന് നെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റ് മീറ്ററിംഗ് സംവിധാനം. രണ്ടാമത്തെ സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വെച്ചാൽ സോളാർ, ഗ്രിഡ് എന്ന് വെച്ചാൽ KCB പ്ലസ് ബാറ്ററി, ഇത് മൂന്നും ചേർന്നുള്ള സംവിധാനമാണ്. ഇത് എങ്ങനെ വർക്ക് എന്ന് വെച്ചാൽ സോളാർ പാനൽ പകൽ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലെ ലോഡ് ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നു. ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജി KCB ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഹൈബ്രിഡിലും നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. ഹൈബ്രിഡും ഓൺ ഗ്രിഡുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡിൽ ഒരു ബാറ്ററി സിസ്റ്റം ഉണ്ടായിരിക്കും. ആവശ്യമുള്ള എനർജി നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓൺ ഗ്രിഡ് സിസ്റ്റം KCB ലൈൻ ഇല്ലെങ്കിൽ ഇത് വർക്കാവില്ല. പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം KCB ലൈൻ ഇല്ലെങ്കിലും നമുക്ക് വർക്കാവും, ബാറ്ററി ഉള്ളതുകൊണ്ട്. ഹൈബ്രിഡിന്റെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പവർ ഇല്ലാത്ത സമയത്തും ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺ ഗ്രിഡിൽ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. ഓൺ ഗ്രിഡ് നമുക്ക് കറണ്ട് ബില്ല് റെഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് ഓൺ ഗ്രിഡ് ആണ് ബെറ്റർ സൊല്യൂഷൻ. പക്ഷേ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് നമ്മുടെ ലൈക്ക് എയർ കണ്ടീഷൻ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡ് എന്നുള്ള സിസ്റ്റമാണ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓൺ ഗ്രിഡ് ഒരു എക്കണോമിക്കൽ സൊല്യൂഷനാണ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതാണ് ഇത് രണ്ടുമുള്ള വ്യത്യാസം. അപ്പോൾ ഇതിന് ബാറ്ററി ഉണ്ടോ? ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടോ? ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ലിഥിയം അയൺ ബാറ്ററീസ് വെച്ചാൽ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററീസ് ആണ്. 10 വർഷം വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക്. ഈ 10 വർഷം കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്റ്റീവ് ഒരു അറൗണ്ട് 15 ഇയേഴ്സ് ആണ്. അതിന്റെ പെർഫോമൻസ് കുറഞ്ഞു വരും. ഇപ്പോൾ ചൂടുള്ള സമയത്ത് കുഴപ്പമില്ല, അതല്ലാണ്ട് മഴയുള്ള സമയം, അതുപോലെ തന്നെ വെളിച്ചക്കുറവുള്ള സമയം, ഈ സമയത്തൊക്കെ സോളാറിന്റെ പ്രൊഡക്ഷൻസ് എങ്ങനെയായിരിക്കും? ഇത് പൊതുവെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. സോളാർ മഴയുള്ള സമയത്ത് വർക്കാവില്ല, സോളാറിന് ചൂടുണ്ടെങ്കിൽ സോളാർ വർക്ക് ചെയ്യും. ഞങ്ങൾ സോളാർ പവർ പ്ലാന്റുകളിൽ നോർമലായി ഉപയോഗിക്കുന്നത് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റമാണ്. സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം അവിടെ നമുക്ക് ചൂടല്ല വേണ്ട, വെളിച്ചമാണ്. ഓക്കെ, വെളിച്ചത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്യുന്നതാണ് സോളാർ ഫോട്ടോ വോൾട്ടായിക്. ഇവിടെ മഴയുള്ള സമയത്തും നമുക്ക് ഡിഫ്യൂസ്ഡ് സൺലൈറ്റ് ഉണ്ടാവും. ആ ഡിഫ്യൂസ്ഡ് സൺലൈറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവും. സമ്മർ ടൈമിലോ അല്ല നല്ല നോർമൽ ഡേയിലുള്ള ജനറേഷനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. പക്ഷേ എന്നാലും ഇത് സോളാർ ഒരിക്കലും ഓഫ് ആവില്ല, സോളാറിന് ജനറേഷൻ ഉണ്ടാവും. പക്ഷെ നല്ല ചൂടുള്ള സമയത്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കും. ചൂടുള്ള സമയത്ത് വളരെ കൂടുതൽ ഉണ്ടാവില്ലെന്നല്ല, ചൂടുള്ള സമയത്ത് നമുക്ക് ചൂടിനേക്കാളും കൂടുതൽ വേണ്ട വെട്ടമാണ്. ചൂടല്ല ഇതിന്റെ പ്രധാന വെട്ടമാണ് പ്രൊഡക്ഷൻ്റെ ആണ്. ഇപ്പോൾ ഏതുതരം റൂഫിലാണ് സോളാർ പാനൽ വയ്ക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? എല്ലാത്തരം റൂഫുകളിലും സോളാർ പാനൽ വയ്ക്കാൻ പറ്റും. ഷാഡോ ഫ്രീ ഏരിയ ഉണ്ടാവണം. കൂടുതൽ അനുയോജ്യം ഫ്ലാറ്റ് റൂഫുകളിലാണ്. ഫ്ലാറ്റ് റൂഫിൽ ചെയ്യുമ്പോഴത്തേക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്, ആർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ടൈൽ റൂഫോ അല്ലെങ്കിൽ ടിൻ ഷീറ്റ് റൂഫോ ആണെന്നുണ്ടെങ്കിൽ അവിടെയും അങ്ങനെയുള്ള പ്രതലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഷീറ്റ് റൂഫ് അതേമാതിരി ടൈൽ റൂഫ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മെയിൻ്റനൻസിന് അനുയോജ്യമായ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു വീട്ടിൽ എത്ര കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റമാണ് വേണ്ടതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തീർച്ചയായും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു വീട്ടിൽ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ കഴിഞ്ഞ 6 മാസത്തെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഡേറ്റാസ് കളക്ട് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല് 6 മാസത്തെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ്റെ ആവറേജ് യൂണിറ്റ് വെച്ചായിരിക്കും നമ്മളൊരു സോളാർ പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമറിൻ്റെ ഒരു 6 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കളക്ട് ചെയ്തപ്പോൾ പുള്ളി അറൗണ്ട് ഒരു 300 യൂണിറ്റാണ് ആവറേജ് മന്ത്ലി കൺസപ്ഷൻ എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ കൺസപ്ഷന് നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു ദിവസത്തെ കൺസപ്ഷനിൽ, അപ്പോൾ ഒരു ദിവസത്തെ കൺസപ്ഷൻ നമുക്ക് കിട്ടും അറൗണ്ട് 10 യൂണിറ്റ്. 300 ഡിവൈഡ് ബൈ 30 ഒരു 10 യൂണിറ്റ്. അപ്പോൾ ആക്ച്വലി സോളാറിന്റെ കാൽക്കുലേഷൻ ഒരു തമ്പ് റൂൾ ഉണ്ട്. നമുക്ക് കണ്ടിന്യൂസ് സൺ കിട്ടുന്ന സണ്ണി ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 4
അവേഴ്സാണ്. ഒരു ദിവസം നമുക്ക് ഫുൾ കണ്ടിന്യൂസ് സൺ കിട്ടുന്ന ഒരു 4 മണിക്കൂറാണ്. അപ്പോൾ 1 കിലോവാട്ട് സോളാർ പാനലിൽ നിന്ന് നമുക്ക് മാക്സിമം 4 യൂണിറ്റ് ആയിരിക്കും സോളാറിൻ്റെ ജനറേഷൻ വരുന്നത്. പക്ഷേ 4 മുതൽ 5 യൂണിറ്റ് 6 യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഡിസൈൻ സ്റ്റാൻഡേർഡിൽ എപ്പോഴും 4 യൂണിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ 4, അതിൻ്റെ ആൻസർ ആയിരിക്കും എത്ര കിലോവാട്ട് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും അല്ലേ. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഫ്യൂച്ചറിലെ എക്സ്പാൻഷനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. അടുത്ത നിയർ ഫ്യൂച്ചറിൽ എക്യുപ്മെൻറ്റ്സ് അധികം വരാനുണ്ടോ, ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നുണ്ടോ, അപ്പോൾ അതെല്ലാം ഉടനെ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ബെറ്റർ. അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. ഈ സോളാർ പാനൽ ചെയ്യുമ്പോൾ ഇത് സർവീസ് എങ്ങനെയാണ്? ഒരു വാലിഡുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പൊതുവേ ഞങ്ങൾ പല കസ്റ്റമേഴ്സും, അധികമല്ല വളരെ റെയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നോർമലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നൊരു ക്വസ്റ്റ്യൻ, സോളാറിൻ്റെ നോർമലായിട്ട് മെയിൻ്റനൻസ് ഇല്ലല്ലോ എന്നുള്ളത്. സർവീസ് മെയിൻ്റനൻസ് വരുന്നല്ലോ, മെയിൻ്റനൻസ് ഫ്രീ ആണെന്നുള്ളത്. സോളാർ ഒരിക്കലും മെയിൻ്റനൻസ് ഫ്രീ അല്ല, ലോ മെയിൻ്റനൻസ് ആണ്. ഇതിൽ 2 പ്രധാന ഘടകങ്ങൾ സോളാർ പാനലുകളാണ്. സൂര്യപ്രകാശത്തു നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ പാനലിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഡസ്റ്റ്, ബാഡ് ഡ്രോപ്സ്, ഇതെല്ലാം നമ്മുടെ ജനറേഷനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ റവന്യൂവിനെയും ബാധിക്കും. നോർമലായിട്ട് നമ്മൾ കസ്റ്റമറോട് പറയുള്ള ഒരു 10-15 ദിവസത്തിൽ ഒരിക്കൽ സോളാർ പാനലുകൾ വാഷ് ചെയ്യണം. പിന്നെ അതോടൊപ്പം ഇതിൻ്റെ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സുകൾ ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഇൻവെർട്ടർ, മീറ്റർ, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസിൻ്റെ ജോയിൻറ്റ്സ്, ലൂസ് കോണ്ടാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റ്ലീസ്റ്റ് 3 മാസത്തിലൊരിക്കൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും സോളാർ പാനൽ എന്ന് പറയുന്നത് വെരി ഹൈ DC വോൾട്ടേജാണ്. അത് ലൂസ് കോണ്ടാക്റ്റോ എല്ലാം വന്നാൽ വളരെ വലിയ ഫയർ റിസ്ക് തന്നെ ഉണ്ടാകുന്നതാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മാതിരി ഇൻസ്റ്റാൾ ചെയ്ത കമ്പനി കൂട്ടിപ്പോയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിൽ എങ്ങനെ സർവീസ് കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിന് നോർമലായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾ പറയാം. ഞങ്ങൾ കസ്റ്റമേഴ്സിന് തന്നെ ഞങ്ങളുടെ ഫസ്റ്റിൽ തന്നെ വർക്ക് ഓർഡർ സൈൻ ആവുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറായിട്ടൊരു എഗ്രിമെൻറ്റ് മുദ്രപത്രത്തിൽ നമ്മൾ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വാറണ്ടി ടേംസ്, നമ്മുടെ സർവീസ് ടേംസ്, നമ്മൾ അവിടെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ട് കസ്റ്റമറിന് കൊടുക്കും. സോളാർ പാനലിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും വാറണ്ടി കാർഡ്സ് മാനുഫാക്ചറിൻ്റെ ഭാഗത്തുനിന്ന് കസ്റ്റമറിന് ഡയറക്റ്റ് വാറണ്ടി കാർഡ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ചെയ്തു, അവർക്ക് നിങ്ങൾ സർവീസ്, ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞങ്ങളുടെ ഒരു ഡേറ്റാബേസ് ഉണ്ട്, ഞങ്ങളുടെ കസ്റ്റമറിന് ഡേറ്റാബേസ്. ഞങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് സർവീസ് വിങ് ഉണ്ട്, മെയിൻ്റനൻസ് വിങ് ഉണ്ട്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും സോളാർ പാനൽ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ജനറേഷൻ ഡീറ്റെയിൽസ് ഡെയിലി അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരിക്കൽ നമ്മുടെ എല്ലാ പ്ലാന്റുകളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. എന്തെങ്കിലും ജനറേഷൻ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിക്കാറുണ്ട്. ഓക്കെ, അതേമാതിരി മെയിൻ്റനൻസ് ഞങ്ങൾ 3 മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ ടെക്നീഷ്യൻ സൈറ്റിൽ പോയിട്ട് സോളാർ പാനലുകൾ വാഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം ഹെൽത്ത് ചെക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ വിത്തിൻ 3 to 4 months ആൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി അത് നമുക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും? നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ എല്ലാം സോളാർ ഇൻവെർട്ടർ തന്നെ ഇൻബിൽറ്റ് വൈഫൈ മോണിറ്ററിംഗ് ഉള്ളതാണ്. ഇന്ന് റിമോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഉള്ളതാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന വീട്ടിലോ അല്ലെങ്കിൽ ഷോപ്പിലോ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന് റിമോട്ട് മോണിറ്ററിംഗുമായി ബന്ധപ്പെടും. അത് കസ്റ്റമർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. വീടിൻ്റെ മുകളിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പണം കായ്ക്കുന്ന മരമാണ്. അതിന് തീർച്ചയായിട്ടും ഡെയിലി മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആൾമോസ്റ്റ് എല്ലാ കസ്റ്റമറോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വൈഫൈ പ്രൊവിഷൻ ഉണ്ടാകണമെന്നാണ്. എല്ലാ കസ്റ്റമേഴ്സും ഒരിക്കലും ഡെയിലി പോയിട്ട് ഫിസിക്കലായിട്ട് സോളാർ ഇൻവെർട്ടറിൽ എത്ര പ്രൊഡ്യൂസ് ആയെന്ന് മോണിറ്റർ ചെയ്യാറില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഈവൻ രാത്രിയാണെങ്കിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ വേണമെങ്കിൽ എത്ര പ്രൊഡ്യൂസ് ആയി എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ ഒരു വീട്ടിൽ സോളാറിൻ്റെ പാനൽ വെച്ചു, വേറൊരു വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഒരു താമസിക്കുന്ന വീട്ടിൽ ചിലപ്പം സോളാർ പാനൽ വെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകത്തില്ല, ചോലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വേറൊരു വീട്ടിൽ പാനൽ വെച്ചുകൊണ്ട് ഈ കറണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. അതിന് ടെക്നിക്കലായിട്ട് പറയുന്ന പേരാണ് വീലിംഗ് എന്നുള്ളത്. വീലിംഗ് ഇപ്പോൾ പോസിബിൾ ആണ്. നമ്മുടെ ഒരു വീട്ടിൽ സോളാർ വെച്ചിട്ട് അടുത്തൊരു വീട്ടിലേക്ക് നമുക്ക്
ആ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള യൂണിറ്റ് അടുത്ത വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ പല കണ്ടീഷൻസും ബാധകമാണ്. രണ്ടും സെയിം കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും ആ സ്വന്തം ആളിൻ്റെ പേരിലുള്ള അടുത്തൊരു പ്രമിസിലേക്ക് നമുക്ക് വീല് ചെയ്യാൻ കഴിയും. അതായത് ഒരു കൺസ്യൂമർ ആയിരിക്കണം, ഒരേ കൺസ്യൂമർ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ വീലിംഗ് ചാർജസ് എന്നുള്ള ഇതുണ്ട്. ഒരു യൂണിറ്റിന് 65 പൈസ നിരക്കിൽ വീലിങ്ങിന് ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യും, എക്സ്ട്രാ ചാർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? സോളാർ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്നത് 2 കമ്പോണൻസാണ്, ഇമ്പോർട്ടൻ്റ് കമ്പോണൻസ്. ഒന്ന് സോളാർ പാനൽ, ഒന്ന് ഇൻവെർട്ടർ, ഇനി ഹൈബ്രിഡ് ആണെങ്കിൽ ബാറ്ററി. പിന്നെ അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സസ്, ജനറേഷൻ മീറ്റർ, അങ്ങനെയുള്ള ടോട്ടൽ എൻ്റയർ സിസ്റ്റത്തിന് ഞങ്ങൾ 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് സ്ട്രക്ചർ, കേബിള്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സസ് എല്ലാം ചേർത്തിട്ടുള്ള. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് കമ്പോണൻസ് ആയ സോളാർ പാനലിന് 30 വർഷമാണ് വാറണ്ടി. ഈ 30 വർഷത്തിൽ ആദ്യത്തെ 12 വർഷം പ്രോഡക്റ്റ് വാറണ്ടിയും അടുത്ത 18 വർഷം പെർഫോമൻസ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഈ പെർഫോമൻസ് വാറണ്ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് 10 ഇയേഴ്സ് 90% ഓഫ് പവർ ഔട്ട്പുട്ടും അനദർ 20 ഇയേഴ്സ് 80% ഓഫ് പവർ ഔട്ട്പുട്ടുമാണ് പെർഫോമൻസ് വാറണ്ടി കൊടുക്കുന്നത്. അതേമാതിരി സോളാർ ഇൻവെർട്ടറിൻ്റെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് 8 വർഷവും 10 വർഷവും വാറണ്ടിയുണ്ട്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലൈക്ക് സോളാർ പാനലിൻ്റെയും സോളാർ ഇൻവെർട്ടറിൻ്റെ ആയാലും വാറണ്ടി കാർഡ്സ് കസ്റ്റമറിൻ്റെ പേരിൽ ഞങ്ങൾ മാനുഫാക്ചറിൽ നിന്ന് കസ്റ്റമർക്ക് ഡയറക്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഈ മെറ്റീരിയൽസ് ഇത് പിന്നെ ഇന്ത്യൻ ബ്രാൻഡുകളും പിന്നെ അതുപോലെ തന്നെ വിദേശ ബ്രാൻഡുകളും ഉണ്ടാവുമല്ലോ. ഇതിൽ ഏറ്റവും ബെറ്റർ ഇന്ത്യൻ ബ്രാൻഡാണോ അത് വിദേശത്തുള്ള ബ്രാൻഡുകളാണോ? സോളാർ പാനൽസ് DCR, നോൺ DCR എന്നൊരു കാറ്റഗറി ഉണ്ട്. DCR ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ്. ഈ DCR പാനൽസ് മാത്രമേ നമുക്ക് സബ്സിഡി പ്രോഗ്രാംസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണ് DCR എന്ന് വെച്ചാൽ സോളാർ പാനലും അതിനകത്ത് ഉപയോഗിക്കുന്ന സോളാർ സെൽസും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തായിരിക്കും.